ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മൊഡ്യൂൾ 2 ആണ്. സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പെട്ടെന്ന് പോവാം. അപ്പം KTU നോട്ട്സും 6 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പം നോക്കാം. അപ്പം ആദ്യം ചോദിച്ചിരിക്കണേ വൾണറബിലിറ്റി അപ്രോച്ചസിൻ്റെ ആ ഒരു സെക്ഷനിലാണ്. എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി ആൻഡ് അപ്രോച്ചസ് ടു അസസ് ദം. 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി അപ്രോച്ചസ് വേറൊരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ 4 different types of vulnerability and list any 4 socio-economic indicators of human capital as livelihood asset. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി 8 മാർക്കിന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ടൈപ്സ് ഓഫ് വൾണറബിലിറ്റി. വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വീക്ക്നെസ് അല്ലേ. നമ്മൾ മൊഡ്യൂൾ 1 നമ്മൾ വൾണറബിലിറ്റി എന്താ അതിൻ്റെ ഡെഫിനേഷൻ എല്ലാം പഠിച്ചു. അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഫിസിക്കൽ വൾണറബിലിറ്റി, സോഷ്യൽ വൾണറബിലിറ്റി, എക്കണോമിക് വൾണറബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി. ഫിസിക്കൽ വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രക്ചറൽ വീക്ക്നെസ് ഓഫ് buildings, location, slope and soil conditions. Buildings on steep slopes, they are vulnerable to disaster അല്ലേ. soft soil, flood plains, ഫ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, ഹൈലി വൾണറബിൾ ആണ്. സോഷ്യൽ വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ലൈക്ക് ഏജ് ഒരു ഫാക്ടറാണ്, ഹെൽത്ത് ഒരു ഫാക്ടറാണ്, ജെൻഡർ ഒരു ഫാക്ടറാണ്, ലിറ്ററസി ഒരു ഫാക്ടറാണ്, ഡിസബിലിറ്റി ഒരു ഫാക്ടറാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൽഡർലി ആൾക്കാരും ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ദേ ആർ മോർ വൾണറബിൾ ആയിരിക്കും അല്ലേ. ഡിസേബിൾഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഹാവ് ഹയർ റിസ്ക്, അതുകൊണ്ട് ദേ ആർ മോർ വൾണറബിൾ എന്ന് പറയും. ഇക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ ഇൻകം ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എംപ്ലോയ്മെൻറ്റ് സ്റ്റെബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, സേവിങ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അസറ്റ് ഓണർഷിപ്പ് അവരിലുള്ള ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ വീടിന് എന്തെങ്കിലും കൊളാപ്സോ എന്തെങ്കിലും വന്നാൽ തിരിച്ച് അവർക്ക് കെട്ടിപ്പൊക്കാനുള്ള അസറ്റോ സേവിങ്സോ ഇൻകം ആ ഒരു ഇൻകം ലെവലിലായിരിക്കണം എന്നില്ല അവർ. ഓക്കെ, poor households recover slowly after disasters. That is the reason why poor households recover slowly after disasters. Environmental vulnerability ആണെങ്കിലോ degraded ecosystems such as deforestation, soil erosion, poor drainage, polluted water. അപ്പോൾ deforestation, soil erosion ഉള്ളിടത്തെല്ലാം ഭയങ്കര വൾണറബിൾ ആയിരിക്കും, വീട് വെക്കുന്നതെല്ലാം. These are vulnerable to disasters. Approaches to assess vulnerability. ഇനി വൾണറബിലിറ്റി എങ്ങനെ നമുക്ക് അസസ് ചെയ്യാം? ഓക്കെ, അപ്പം എംപിറിക്കൽ അപ്രോച്ചാണത്. അതായത് ഫിസിക്കൽ വൾണറബിലിറ്റി അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന എംപിറിക്കൽ അപ്രോച്ച് മെത്തേഡാണ്. ഓക്കെ, അതിനെന്താണ്? പാസ്റ്റ് ഡാറ്റ എല്ലാം നോക്കുന്നു. ബേസ്ഡ് ഓൺ പാസ്റ്റ് ഡിസാസ്റ്റർ ഡാമേജ് ഡാറ്റ നോക്കിയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് വൾണറബിൾ ആണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് യൂസസ് ഹിസ്റ്റോറിക്കൽ ലോസ് പാറ്റേൺ ആൻഡ് ഡാമേജ് റേഷ്യോസ്. പണ്ടത്തെ ഡാമേജ് ഇതെല്ലാം നോക്കിയതിന് ശേഷം കമ്പയർ ചെയ്തിട്ട് വൾണറബിൾ ആണോ അല്ലേ എന്നുള്ളതെല്ലാം നോക്കും. ഫിസിക്കൽ വൾണറബിലിറ്റീൻ്റെ അണ്ടറിൽ വരുന്നതാണ് എംപിറിക്കൽ അപ്രോച്ച്. അനലിറ്റിക്കൽ മെത്തേഡും. അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഉപയോഗിക്കുന്ന മോഡൽസ് സിമുലേഷൻ എല്ലാം നോക്കിയിട്ട് ഈ ഒരു ഭാഗത്തിൽ ഡിസാസ്റ്റർ വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും ലോഡ് കണ്ടീഷൻസ് എല്ലാം അവർ അതിനനുസരിച്ച് കൊടുത്തിട്ട് എന്താണ് ആ ഒരു ഭാഗം വൾണറബിൾ ആണോ അല്ലേ എന്നെല്ലാം നോക്കും. വൾണറബിലിറ്റി ചെക്ക് ചെയ്യും. യൂസസ് എഞ്ചിനീയറിംഗ് ആൻഡ് സിമുലേഷൻ മോഡൽസ് ചെക്ക് ദ വൾണറബിലിറ്റി. ഫ്രജിലിറ്റി കേഴ്സ്, ഇൻറ്റൻസിറ്റി ഡാമേജ് ഫംഗ്ഷൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആയിരിക്കും ഇവിടെ നോക്കുന്നത്. അനലിറ്റിക്കൽ മോഡലിംഗ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ്, സിമുലേഷൻ ഒക്കെ വെച്ചിട്ടായിരിക്കും ഇവിടെ വൾണറബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. ഇത് ഫിസിക്കൽ വൾണറബിലിറ്റി അസസ്മെൻറ്റിൽ 2 സബ് ടോപ്പിക്സ് ആയിരുന്നു. ഇനി സോഷ്യൽ വൾണറബിലിറ്റി ആയിരുന്നെങ്കിൽ അതിന് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കും അല്ലേ. ലിറ്ററസി, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി, ഹെൽത്ത് ആക്സസ്. നമുക്ക് ആ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇന്ന വിഭാഗക്കാർ വൾണറബിൾ ആണ് അല്ല, ഇന്ന വിഭാഗക്കാർ വൾണറബിൾ അല്ല എന്നുള്ളതെല്ലാം. എക്കണോമിക് വൾണറബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അതും ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇൻകം, ആസറ്റ്സ്, സേവിങ്സ്, ക്രെഡിറ്റ് ആക്സസ്. ഈ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വെച്ചിട്ട് ഹൂ ഈസ് വൾണറബിൾ, ഹൂ ഈസ് നോട്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലോ വെജിറ്റേഷൻ കവർ, സോയിലിൻ്റെ സ്റ്റെബിലിറ്റി. ലൂസ് സോയിലൊക്കെ ആണെങ്കിൽ ദേ ആർ ഹൈലി വൾണറബിൾ. പിന്നെ വാട്ടർ റിസോഴ്സസ് പൊല്യൂട്ടഡ് ആണോ അല്ലേ എന്നുള്ളതെല്ലാം അങ്ങനെ. സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റലിലെ സോഷ്യോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ലിറ്ററസി റേറ്റ് അല്ലേ. ലിറ്ററസി റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇവർ ഡിസാസ്റ്ററിനെ കുറിച്ച് അവെയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻ മെഷേഴ്സ് എല്ലാം എടുക്കും അല്ലേ. പിന്നെ സ്കിൽ ലെവൽസ്, ഹെൽത്ത് സ്റ്റാറ്റസ് ഓരോ ഹ്യൂമൻ്റെയും, പിന്നെ ആക്സസ് ടു എഡ്യൂക്കേഷൻ, പ്രോപ്പർ ട്രെയിനിങ്ങും പ്രൊഡക്ടിവിറ്റി അവർക്ക് കിട്ടിയ ട്രെയിനിങ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടോ, ഓരോ ഇതും അവെയർനെസ് ഉണ്ടോ, അതൊക്കെ. ഫിസിക്കൽ വൾണറബിലിറ്റി മെത്തേഡ് എന്തൊക്കെയാണ്? അത് നമ്മൾ അടുത്ത ഗ്രൂപ്പിൽ ഔട്ട്ലൈൻ ദ 2 മേജർ ഫിസിക്കൽ വൾണറബിലിറ്റി അസസ്മെൻറ്റ് അപ്രോച്ചസ്. ഓക്കെ, ഫിസിക്കൽ വൾണറബിലിറ്റി അസസ് ചെയ്യാനുള്ള അപ്രോച്ച് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, എംപിറിക്കൽ മെത്തേഡ്, അനലിറ്റിക്കൽ മെത്തേഡ്. അത് തന്നെ നമ്മൾ കുറച്ചുകൂടി 4 മാർക്കിനും 6 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എംപിറിക്കൽ മെത്തേഡ്സ്, അനലിറ്റിക്കൽ മെത്തേഡ് 9 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. എംപിറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ്
ആക്ച്വൽ പാസ്റ്റ് ഡാമേജ് ഡാറ്റ. ഓക്കെ, ഇത് ആക്ച്വൽ ഡാറ്റ വെച്ചിട്ട് ഉള്ള എന്താണ് അപ്രോച്ച് അല്ലെങ്കിൽ മെത്തേഡാണ്. ഇറ്റ് യൂസസ് റെക്കോർഡ്സ് ഓഫ് ഹസാർഡ് ഇൻറ്റൻസിറ്റി വേഴ്സസ് ബിൽഡിംഗ് ലോസസ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഏരിയാസ് വിത്ത് റിപ്പീറ്റഡ് ഡിസാസ്റ്റേഴ്സ്. മനസ്സിലായോ? ഡിസാസ്റ്റർ വീണ്ടും 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 നടക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ എംപിരിക്കൽ മെത്തേഡാണ് അനലിറ്റിക്കൽ മെത്തേഡിനായിട്ട് നല്ലത്. കാരണം നമുക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അപ്പോൾ എവിടേക്കാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് ആദ്യം നമ്മൾ റിലീഫ് കൊടുക്കേണ്ടത്, ആ ഒരു സംഭവങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഡിസാസ്റ്റർ റിപ്പീറ്റ് ചെയ്ത സ്ഥലത്തെല്ലാം. അനലിറ്റിക്കൽ മെത്തേഡിലാണെങ്കിൽ യൂസസ് എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ സിമുലേഷൻ മോഡൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോഡൽസ്, സ്ട്രക്ചറൽ അനാലിസിസ്, ഡാമേജ് ഫംഗ്ഷൻ, ഫ്രജിലിറ്റി മോഡൽസ് എല്ലാം വെച്ചിട്ടാണ് അനലിറ്റിക്കൽ മെത്തേഡ് വഴി നമ്മുടെ ഫിസിക്കൽ വൾണറബിലിറ്റി അസസ് ചെയ്യുന്നത്. ഗുഡ് ഫോർ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്ക് ഡാറ്റ ശേഖരിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം അനലിറ്റിക്കൽ മെത്തേഡ് തന്നെയാണ് നല്ലത്. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് 9 മാർക്കിന് ചോദിച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ അറിയാം അല്ലല്ലോ. റിസ്ക് അസസ്മെൻറ്റിൻ്റെ കമ്പോണൻസ് അപ്രോച്ചസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ചോദിച്ചാൽ നോക്കാം. ആ ഒരു ഭാഗത്തു നിന്ന് ലിസ്റ്റ് ദ കമ്പോണൻസ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ കോണ്ടംപററി അപ്രോച്ചസ് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും അതേ ക്വസ്റ്റ്യൻ 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ അപ്രോച്ചസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ മേജർ കോണ്ടംപററി അപ്രോച്ചസ് ടു ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ് 8 മാർക്കിന്. ഓക്കെ, അപ്പം കമ്പോണൻസ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് എന്താ? ആദ്യം ഒരു റിസ്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താണ് റിസ്ക്, ആ ഹസാർഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഹസാർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്ത് ടൈപ്പാണ് ഹസാർഡ്, ദ ഫ്രീക്വൻസി എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഹസാർഡ് ഒക്കർ ചെയ്യുന്നുണ്ടെന്നും ഇൻറ്റൻസിറ്റി ഓഫ് ദ ഹസാർഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എർത്ത് ക്വേക്ക് വരാണെങ്കിൽ തന്നെ എർത്ത് ക്വേക്ക് ലോ ഇൻറ്റൻസിറ്റിയിൽ എർത്ത് ക്വേക്ക് വരാം, ഹൈ ഇൻറ്റൻസിറ്റിയിൽ എർത്ത് ക്വേക്ക് വരാം. ലോ ഇൻറ്റൻസിറ്റിയിൽ വരുന്നതിൻ്റെ ഡാമേജിൻ്റെ ഡബിളോ ട്രിപ്പിളോ ആയിരിക്കും ഹൈ ഇൻറ്റൻസിറ്റി എർത്ത് ക്വേക്കിൽ വരുന്ന ഡാമേജ് അല്ലേ. എക്സ്പോഷർ അനാലിസിസ് പറയാം. അപ്പോൾ എക്സ്പോഷർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പീപ്പിൾ, ആസെറ്റ്, പ്രോപ്പർട്ടീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആരൊക്കെയാണ് അറ്റ് റിസ്ക് എന്ന് നമ്മൾ നോക്കുന്നു. പിന്നെ വൾണറബിലിറ്റി അസസ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഫിസിക്കൽ, സോഷ്യൽ, എക്കണോമിക്, എൻവയോൺമെൻറ്റൽ. ഫിസിക്കലിൽ തന്നെ നമ്മൾ എംപിരിക്കലും പറഞ്ഞു, അനലിറ്റിക്കൽ മെത്തേഡും പറഞ്ഞു അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിസ്ക് എസ്റ്റിമേഷൻ, അപ്പം ഹസാർഡ്, എക്സ്പോഷർ, വൾണറബിലിറ്റി എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദ റിസ്ക്. നമുക്ക് റിസ്കിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ റിസ്കിനെ എസ്റ്റിമേറ്റ് ചെയ്താൽ മാത്രം മതിയോ? ഇല്ല, എന്നിട്ട് ആ റിസ്കിനെ ആക്സെപ്റ്റബിൾ റിസ്ക് ലെവൽ വെച്ച് കമ്പയർ ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഉള്ള റിസ്കിനെ ആക്സെപ്റ്റബിൾ റിസ്ക് ലെവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് ഹൈ റിസ്ക് ആണ്, ഡേഞ്ചറാണ് എന്നുള്ളതല്ല. അല്ലെങ്കിൽ ആക്സെപ്റ്റബിൾ റിസ്ക് ലെവൽ വെച്ച് നമ്മൾ നോക്കിയിട്ട് അതിനായിട്ട് ലോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതൊക്കെ കുറവാണ്, റിസ്ക് കുറവാണ്. ഇൻഡിക്കേറ്റർ കോണ്ടംപററി അപ്രോച്ചസ് എന്താ? ഇൻഡിക്കേറ്റർ ബേസ്ഡ് അപ്രോച്ച് യൂസ് സോഷ്യോ എക്കണോമിക്, ഫിസിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നേരത്തെ അവിടെ ഉപയോഗിച്ചില്ലേ. ഇനി GIS ബേസ്ഡ് അപ്രോച്ച്. ഓക്കെ, GIS എന്ന് വെച്ചാൽ എന്താ? ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. അത് ഞാൻ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ചോദിച്ചാലും എഴുതാൻ വേണ്ടിയിട്ട്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഇവിടെ എന്താ ഇവർ ചെയ്യുന്നത്? ഇറ്റ് യൂസസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂൾ ടു ക്യാപ്ചർ, സ്റ്റോർ ആൻഡ് അനലൈസ് ആൻഡ് ഡിസ്പ്ലേ സ്പേഷ്യൽ ഡാറ്റ. ഓക്കെ, അല്ലെങ്കിൽ ലൊക്കേഷൻ ബേസ്ഡ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂളാണ് GIS, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇറ്റ് കമ്പൈൻസ് മാപ്സ് ആൻഡ് ഡാറ്റ ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ നമ്മൾ പഴയ മാപ്സും എടുത്ത് ഡാറ്റ എടുത്തിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഡിസിഷൻ പറയും. ഓക്കെ, ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. യൂസ് ഫോർ ഹസാർഡ് മാപ്പിംഗ്. എവിടേക്കാണ് ഹസാർഡ് എന്നുള്ള ആ ഹസാർഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാപ്പാണ് വേറെ ഹസാർഡിൻ്റെ ഇൻറ്റൻസിറ്റിയും ലൊക്കേഷനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഇവിടെ കുറേ റെഡ് ആയിട്ട് കാണിക്കും, ഇവിടെ ആണെങ്കിൽ ഇവിടെ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, അതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ റിസ്ക് അനാലിസിസ്, evacuation planning helps visualize areas affected by floods, earthquake, landslides, etc. ഇനി probabilistic റിസ്ക് അസസ്മെൻറ്റ്. അപ്പോൾ എത്രത്തോളം പ്രോബബിൾ ആണ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് ആ ഒരു റിസ്ക് വരുന്നതിൻ്റെ. യൂസസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ഹസാർഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ആ ഹസാർഡ് ഇൻറ്റൻസിറ്റീൻ്റെ പ്രോബബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്, അസസ് ചെയ്യുന്നത്. സിനാരിയോ ബേസ്ഡ് അപ്രോച്ച്. ഓക്കെ, സിനാരിയോ എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റ്സ് എ വാട്ട് ഇഫ് ഹസാർഡ് സിനാരിയോസ് അല്ലേ. അപ്പം വാട്ട് ഇഫ് ഇങ്ങനെ ഒരു സംഭവിച്ചാൽ എന്ത് ചെയ്യും, എന്നാൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിക്കുക, അങ്ങനെ. അപ്പോൾ വേഴ്സ്റ്റ് കേസ് സിനാരിയും പറയും, എക്സ്പെക്റ്റഡ് കേസും നമ്മൾ അതിൽ പറയും. പക്ഷേ ഇത് എത്രത്തോളം ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാ കേസും ഇവിടെ നോക്കുന്നുണ്ടല്ലേ. വേഴ്സ്റ്റ് കേസ് സിനാരിയോ നോക്കുന്നു, എക്സ്പെക്റ്റഡ് കേസ് സിനാരിയോ നോക്കുന്നു.
മൾട്ടി ക്രൈറ്റീരിയ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെല്ലാം നമ്മളൊരു വെയിറ്റേജ് കൊടുക്കും. നമ്മൾ KTUയിലെ ക്രെഡിറ്റ് സിസ്റ്റം പോലെ ഇൻഡിക്കേറ്റേഴ്സിന് ഓരോ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഇത്ര ക്രെഡിറ്റ് കൊടുക്കും. ആ ക്രെഡിറ്റ് കൊടുക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ സിവിയറിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിന് ക്രെഡിറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് അവസാനം നമ്മൾ എല്ലാം കൂടി നോക്കിയിട്ട് ഒരു സ്കോർ ഇടും. എല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ സ്കോർ ഇടും. എന്നിട്ട് ആ സ്കോർ എന്ന് പറയുന്നത് ഇത്ര ആക്സെപ്റ്റഡ് ലെവലിലാണെങ്കിൽ കൂടുതലാണെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാവും, അയ്യോ ഇത് റിസ്ക്കിയാണ്, ഇത് ഡേഞ്ചറാണെന്നുള്ളത്. കണ്ട വെയിറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം കൂടി ഒരു ഫൈനൽ റിസ്ക് സ്കോർ കൊടുക്കും. ഇനി ഹസാർഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, മാപ്പ് ആൻഡ് ആപ്ലിക്കേഷൻ. എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഹസാർഡ് മാപ്പും 4 മാർക്കിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഹസാർഡ് മാപ്പ്. അതേ സെയിം ക്വസ്റ്റൻ 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഹസാർഡ് മാപ്പിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ 2 അപ്രോച്ചസ് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഹസാർഡ് മാപ്പിംഗ് വിത്ത് geographic information system. Hazard mapping. A hazard map shows the location exposed to the hazard and their intensity കാണിക്കും. ഇൻറ്റൻസിറ്റി വേറെ ഇതിലായിട്ട് കളറിലായിട്ട് നമ്മളെ കാണിക്കില്ലേ. ഫ്രീക്വൻസി എത്രത്തോളം ഫ്രീക്വൻ്റ് ആണെന്നുള്ളതും കാണിക്കുക ഹസാർഡ് മാപ്പിൽ. ആൻഡ് എക്സ്റ്റെൻറ്റ്. ആപ്ലിക്കേഷൻ ഓഫ് ഹസാർഡ് മാപ്പ്. ആപ്ലിക്കേഷൻ എന്താ? ഹസാർഡ് മാപ്പിൻ്റെ ആപ്ലിക്കേഷൻ എന്താ? ലാൻഡ് യൂസ് പ്ലാനിങ് അല്ലേ, അവോയ്ഡ് അൺസേഫ് സോൺസ്, ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്, safer road and building placement, evacuation planning, identify safe shelters and routes, mitigation measures എന്തൊക്കെയാണ്? അപ്പോൾ ഈ ഹസാർഡ് മാപ്പ് ഉള്ളതിൻ്റെ ഗുണങ്ങളാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇവാക്യുവേഷൻ പ്ലാനിങ് ഉണ്ട്, ഐഡൻറ്റിഫൈ സേഫ് ഷെൽട്ടേഴ്സ് ആൻഡ് റൂട്ട്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മിറ്റിഗേഷൻ മെഷേഴ്സ്, ഫ്ലഡ് വോൾസും സ്ലോപ്പ് സ്റ്റെബിലൈസേഷൻ ആ ഏരിയയിൽ മാത്രം, അതായത് ഹസാർഡ് ഉള്ള സിവിയറിറ്റി കൂടിയ ഏരിയയിൽ മാത്രം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. റിസ്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ആ ഹസാർഡ് മാപ്പിൽ കൂടെ നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റില്ല, വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞെടുക്കാൻ പറ്റും, ഇവിടെ ഹസാർഡ് ഉണ്ട്, ഇവിടെ ഈ വഴി കൂടെ പോകില്ല എന്നൊക്കെ. 2 approaches to hazard mapping. ഒന്ന് നമുക്കറിയാം, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ബേസ്ഡ് മാപ്പിംഗ് ഉണ്ട്, പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് ഉണ്ട്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ബേസ്ഡ് മാപ്പിംഗ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു തന്നെ, വീണ്ടും വേറെ രീതി പറഞ്ഞിരുന്നുള്ളൂ. യൂസ് സാറ്റലൈറ്റ് ഡാറ്റ, DEMs, റിമോട്ട് സെൻസിങ് ആൻഡ് സ്പേഷ്യൽ ഓവർലേസ്, വെരി ആക്യുറേറ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ്. പാർട്ടിസിപ്പേറ്ററി നമ്മൾ നേരത്തെ പറഞ്ഞ 4 പോയിന്റ് പറഞ്ഞാൽ മതി. പാർട്ടിസിപ്പേറ്ററി മാപ്പിങ്ങിലാണെങ്കിലോ ബേസ്ഡ് ഓൺ കമ്മ്യൂണിറ്റി നോളജ്. ഓക്കെ, പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റീൻ്റെ അറിവ് അനുസരിച്ചിട്ട് ഈ അവിടുത്തെ ഉള്ള ആൾക്കാർക്കെല്ലാം ഈ ഡിസാസ്റ്ററെല്ലാം അനുഭവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർ പറയുന്ന വെച്ചിട്ട് ഉണ്ടാക്കുന്ന മാപ്പിംഗ് ആണ്. കമ്മ്യൂണിറ്റി നോളജ്, ഐഡൻറ്റിഫൈ ലോക്കൽ ഹോട്ട്സ്പോട്ട്, സേഫ് ഏരിയാസ് ആൻഡ് പാസ്റ്റ് ഹസാർഡ് ഹിസ്റ്ററി. പാസ്റ്റ് ഹസാർഡ് ഹിസ്റ്ററി എല്ലാം അവർക്ക് അറിയായിരിക്കുമല്ലോ. ഇനി മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിങ് പോപ്പുലേഷൻ റിസ്ക് എക്സ്പ്രസ് ചെയ്യാൻ ഉള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? 5 മാർക്കിന് 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് 5 മാർക്കിന് തന്നെ ചോദിച്ചെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ 6 മാർക്ക് എഴുതിയെന്ന് തോന്നുന്നു. 2 ചോദിച്ചിട്ടുണ്ട് എന്തായാലും. അപ്പം ഇൻഡിവിജ്വൽ റിസ്ക് അതിനെ നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യും? ഫോർ എക്സാമ്പിൾ പ്രോബബിലിറ്റി. ഇൻഡിവിജ്വൽ റിസ്കിൻ്റെ മെത്തേഡ്സിൽ വരുന്ന ഒന്നാണ് ഇൻഡിവിജ്വൽ റിസ്ക്. പ്രോബബിലിറ്റി ദാറ്റ് 1 person may suffer harm in a year. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന് വരുന്ന റിസ്ക് എന്താ? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് 1 person may suffer harm in a year. എന്നാൽ സൊസൈറ്റൽ റിസ്ക് എന്താ? ഇറ്റ് മെഷേഴ്സ് ദ കോൺസിക്വൻസസ് ഫോർ എ ഹോൾ പോപ്പുലേഷൻ. ഇവിടെ ഒരാളെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ, ഇവിടുത്തെ ഹോൾ പോപ്പുലേഷനെ കുറിച്ച് പറയും. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആണെന്ന് വിചാരിച്ചോ. ആക്സിഡൻറ്റ് നടന്നാൽ ആ ആക്സിഡൻറ്റ് ഇൻഡിവിജ്വൽ റിസ്ക് എന്താ? കാർ ആക്സിഡൻ്റ് ആണ്, ആ കാറിലിരിക്കുന്ന ആ ഇൻഡിവിജ്വലിൻ്റെ റിസ്ക്കാണ് ഇൻഡിവിജ്വൽ റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ കാർ ആക്സിഡൻറ്റ് കാരണം ഇവിടെ പുറത്തുള്ള ഒരു പെഡസ്ട്രിയനോ ഒരു ക്രൗഡ് മൊത്തം ഉണ്ടെങ്കിൽ ആ ക്രൗഡിനെ മൊത്തം ബാധിച്ചെങ്കിൽ നമ്മളെല്ലാം കൂടി കൺസിഡർ ചെയ്താൽ അതിന് നമ്മൾ എന്താ പറയുക, സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി റിസ്ക് എന്ന് പറയും അല്ലേ. ഇനി റിലേറ്റീവ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒന്ന് കമ്പാരിസൺ ബിറ്റ്വീൻ 2 regions അല്ലെങ്കിൽ 2 groups. എക്സ്പെക്റ്റഡ് ആനുവൽ ലോസ് എന്ന് പറയുന്നത് ആവറേജ് ഇയർലി ലോസ് value based on hazard probabilities. Okay, now individual and societal risk in automobile. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനിൽ, ഇങ്ങനെ കുറേ കോരി തന്നിട്ടുണ്ടായിരുന്നു. അതായത് 44,000 ആൾക്കാർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നുമില്ല. അവർ മെയിനായിട്ട് ഇതിൽ ചോദിച്ചു പറഞ്ഞാൽ അസസ് ദ റിസ്ക് ഓഫ് ബീങ് കിൽഡ് ഡ്രൈവിങ് ആൻ ഓട്ടോമൊബൈൽ ഇൻ ടേംസ് ഓഫ് സൊസൈറ്റൽ ആൻഡ് ഇൻഡിവിജ്വൽ റിസ്ക്. അപ്പോൾ അവരൊരു കേസ് സ്റ്റഡി തന്നിട്ട് അതിൽ സൊസൈറ്റൽ റിസ്ക് ഇൻഡിവിജ്വൽ റിസ്ക് എന്താണെന്ന് കണ്ടുപിടിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പം ആ കാർ ആക്സിഡൻറ്റിൽ ഉണ്ടായിരുന്ന സൊസൈറ്റൽ റിസ്ക് എന്താ, ഇൻഡിവിജ്വൽ റിസ്ക് എന്താ? പ്രോബബിലിറ്റി ദാറ്റ് 1 driver വിൽ ഡൈ ഇൻ എ റോഡ് ആക്സിഡൻറ്റ് പെർ ഇയർ. ഓക്കെ, അതിൻ്റെ ഫോർമുല നമുക്ക് എന്താ പറയുന്നത്? ഡെത്ത് ഇൻ എ ഇയർ ബൈ ടോട്ടൽ ഡ്രൈവേഴ്സ്. എത്ര ഡ്രൈവർ റോഡിലുണ്ട്, അതിൽ എത്ര ഡെത്ത് ഡ്യൂ ടു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അതാണ് ഇൻഡിവിജ്വൽ റിസ്കിൻ്റെ ഫോർമുല. എന്നാൽ സൊസൈറ്റൽ റിസ്ക് എന്താ? ഇമ്പാക്റ്റ് ഓഫ് ദാറ്റ് ആക്സിഡൻറ്റ്. ഓരോ ആക്സിഡൻറ്റ് നടക്കുമ്പോഴും ആ ഇമ്പാക്റ്റ് ഓൺ ദ എൻറ്റയർ പോപ്പുലേഷൻ.
ഇപ്പം ലോകത്ത് കുറേ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. ആ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ കാറിൻ്റെ അകത്തുള്ള ആൾക്ക് മാത്രമല്ല പരിക്ക് പറ്റുന്നത്, പുറത്ത് ചുറ്റുമുള്ള എല്ലാവർക്കും പരിക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, ഇമ്പാക്ട് ഓഫ് ആക്സിഡൻറ്റ് ഓൺ ദ എൻ്റയർ പോപ്പുലേഷൻ ഇൻക്ലൂഡിങ് ദ പാസഞ്ചേഴ്സ്. ആ പാസഞ്ചേഴ്സിനെയും കൂട്ടും. ഓക്കെ, അതിനകത്തുള്ള പാസഞ്ചേഴ്സിനെയും കൂട്ടും. റെപ്രസെൻറ്റഡ് യൂസിങ് FN കർവ്. FN കർവ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി വേഴ്സസ് ഫാറ്റാലിറ്റി കർവ്. ഡിസാസ്റ്റർ റെസ്പോൺസ് ഫാക്ടർ. അപ്പോൾ ഒരു ഡിസാസ്റ്ററിന് ശേഷം വരുന്നതാണ് ഡിസാസ്റ്റർ റെസ്പോൺസ് അല്ലേ. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കുന്നത്? എക്സ്പ്ലെയിൻ മേജർ ഡിസാസ്റ്റർ റെസ്പോൺസ്. എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഡിസാസ്റ്റർ റെസ്പോൺസ് ആൻഡ് ദ മേജർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസാസ്റ്റർ റെസ്പോൺസ്. Disaster responses are activities taken immediately after a disaster to save lives and provide relief. Okay, അപ്പം activities taken immediately after a disaster to save lives and provide relief. അപ്പോൾ ഒരു ഡിസാസ്റ്റർ റെസ്പോൺസ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഏർലി വാർണിംഗ്. ഓക്കെ, accessibility of site, resources and manpower, communication system. ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ടീഷൻ, കോർഡിനേഷൻ എമംഗ് ഏജൻസീസ്, പബ്ലിക് അവയർനെസ്സും പ്രിപ്പയർനെസ്സെല്ലാം കൊടുത്താൽ അതിനനുസരിച്ച് ഡിസാസ്റ്റർ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്താണ്? ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് എന്താണ്? എൻഫോഴ്സിങ് ബിൽഡിംഗ് കോഡ്സ് ലൈക്ക് നാഷണൽ ബിൽഡിംഗ് കോഡ്സ്, സ്ട്രെങ്തൻ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ലാൻഡ് യൂസ് പ്ലാനിങ്, ഡിഫോറസ്റ്റേഷൻ കൺട്രോൾ ആൻഡ് ഇക്കോസിസ്റ്റം പ്രൊട്ടക്ഷൻ, ഏർലി വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇതെല്ലാം വെച്ച് നമുക്ക് എന്താണ് റിസ്കിനെ കുറയ്ക്കാം അല്ലേ? റിസ്കിനെ കുറയ്ക്കാം. ബിൽഡിംഗ് കോഡ് ഇതാക്കുമ്പോൾ റിസ്കിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ റിസ്ക് കുറയുകയും ചെയ്യുന്നത്. ലാൻഡ് യൂസ് പ്ലാനിങ് റിസ്ക് കുറയും. ഡിഫോറസ്റ്റേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ റിസ്ക് കുറയും. ഏർലി വാർണിംഗ് സിസ്റ്റം പ്രൊവൈഡ് അല്ലെങ്കിൽ ഏർലി വാർണിംഗ് സിസ്റ്റം കൊടുത്തതിനാൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ റിസ്ക് കുറയും. കമ്മ്യൂണിറ്റി അവയർനെസ്സും ട്രെയിനിങ്ങും കൊടുത്തതിനാൽ റിസ്ക് കുറയും. എമർജൻസി ഡ്രില്ല് കൊടുത്തതിനാൽ റിസ്ക് കുറയും. ആൻഡ് റിസോഴ്സിനെ സ്റ്റോക്ക് പൈൽ ചെയ്ത് വെച്ചാൽ അവസാനം റിലീഫിൻ്റെ സമയത്ത് ഇതുണ്ടാവില്ല അല്ലേ, ഷോർട്ടേജ് ഉണ്ടാവില്ല. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് വന്ന് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഹസാർഡ് മാപ്പിംഗ്. ഹസാർഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഐഡൻറ്റിഫൈ ഹസാർഡ് പ്രോൺ ഏരിയാസ് ക്ലിയർലി ഓൺ എ മാപ്പ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ലാൻഡ് യൂസ് പ്ലാനിങ്. ലാൻഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്, കറക്റ്റ് സേഫായിട്ട് ഒപ്റ്റിമൽ വേയിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും. ആൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്. ഇറ്റ് ഗൈഡ്സ് ഇവാക്വേഷൻ റൂട്ട്സ്. ഇവാക്വേഷൻ റൂട്ട്സ് ഏതാണ് ബെസ്റ്റ് ഇവാക്വേഷൻ, ഒപ്റ്റിമൽ ഇവാക്വേഷൻ റൂട്ട് എന്താണ് നമുക്ക് ആ മാപ്പിൽ കൂടെ കണ്ടെത്താൻ പറ്റും. ആൻഡ് പ്രിപ്പയർഡ്നെസ് ആക്ഷൻസ്. വാട്ട് ആർ നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഗീവ് എക്സാമ്പിൾസ്. നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ആർ നാച്ചുറൽ പ്രോസസ്സസ് ഓർ ഇവൻറ്റ്സ് വിച്ച് കോസസ് ഡാമേജ് ഓർ ഹാം occur without human control. നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ കൺട്രോളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ എർത്ത് ക്വേക്ക്, ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ആണല്ലോ എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക്, സൈക്ലോണ്, ഫ്ലഡ്, ഇതൊന്നും നമ്മൾ കൺട്രോൾ ചെയ്യുന്നതല്ല, അങ്ങ് വരുന്നതാണ്. പക്ഷേ ഇറ്റ് ക്യാൻ കോസ് ഡാമേജ്. അതുകൊണ്ടാണ് നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഹസാർഡ് ഹാസ് ദ സംതിങ് വിച്ച് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഡാമേജ്. നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചാണ്. നൗ ഡിഫൈൻ ഹസാർഡ്. ശരി, കൊള്ളാം. ഡിഫൈൻ ഹസാർഡ് ആൻഡ് ഗിവ് ഇറ്റ്സ് എക്സാമ്പിൾസ്. Any dangerous event which has the potential to cause harm is known as hazard. നാച്ചുറൽ ഹസാർഡ് ഉണ്ട്, മാൻമെയ്ഡ് ഹസാർഡ് ഉണ്ട്. നാച്ചുറൽ ഹസാർഡ് നമ്മൾ പറഞ്ഞു, ഫ്ലഡ്, സൈക്ലോൺ, എർത്ത് അതൊക്കെ. മാൻമെയ്ഡ് ഹസാർഡ് ആണെങ്കിലോ കെമിക്കൽ സ്പിൽസ്, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷൻസ് എക്സെട്ര. വൾണറബിലിറ്റി എന്താണ്? വീക്ക്നെസ് അല്ലേ. വൾണറബിലിറ്റീസ് ആർ ദോസ് കണ്ടീഷൻസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് ഡാമേജ്. നമ്മൾ പറഞ്ഞു എൽഡർലി പീപ്പിൾ എന്താണ്, ഇവരെല്ലാം വൾണറബിളാണ്. ചിൽഡ്രൻ എല്ലാം വൾണറബിളാണ്. വൾണറബിലിറ്റി തന്നെ നമുക്ക് ഫിസിക്കലി പറഞ്ഞു, അങ്ങനെ കുറേ ഇത് പറഞ്ഞല്ലോ, എൻവയോൺമെൻറ്റൽ എക്കണോമിക്കൽ വൾണറബിലിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഫിസിക്കൽ സോഷ്യൽ എക്കണോമിക് വീക്ക്നെസ്സസ്. ഹയർ ദ വൾണറബിലിറ്റി, ഹയർ ഡിസാസ്റ്റർ ഇമ്പാക്ട്. ഫിസിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ വൾണറബിലിറ്റി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ വൾണറബിലിറ്റി, പുവർ ബിൽഡിംഗ് സ്ട്രെങ്ത്, ബാഡ് ലൊക്കേഷൻ, വീക്ക് ഇൻഫ്രാസ്ട്രക്ചർ. ഇക്കോളജിക്കൽ വൾണറബിലിറ്റി ആണെങ്കിൽ ഡിഫോറസ്റ്റേഷൻ, സോയിൽ എറോഷൻ, ഡീഗ്രേഡഡ് വെറ്റ്ലൻഡ്സ്, ബോത്ത് ക്യാൻ ഇൻക്രീസ് ദ ഹസാർഡ് ഇമ്പാക്ട്. ഇതാണെങ്കിലും വൾണറബിലിറ്റി ക്യാൻ ഓൾ ടുഗെദർ ഇൻക്രീസ് ഹസാർഡ് ഇമ്പാക്ട്. ഇനി ഡിസാസ്റ്റർ ഡെഫിസിറ്റ് ഇൻഡെക്സ് എന്താണെന്ന്, അതൊരു നല്ല സംഭവം, പുതിയൊരു ടോപ്പിക്കാണ് അല്ലേ. ഇറ്റ് മെഷേഴ്സ് എ കൺട്രീസ് ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ടു ഹാൻഡിൽ ഡിസാസ്റ്റർ ലോസസ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എക്സ്പെക്റ്റഡ് ലോസ് ടു അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് എക്സ്പെക്റ്റഡ് ലോസ് എത്ര, ഒരു കൺട്രീനെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ കൺട്രീന് ആ ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷമുള്ള എക്സ്പെക്റ്റഡ് ലോസ് എത്ര, ദാറ്റ് ഡിവൈഡഡ് ബൈ
ആ കൺട്രീൻ്റെ ടോട്ടൽ റിസോഴ്സസ്, അവൈലബിൾ റിസോഴ്സസ്. ഓക്കെ, അപ്പം ഈ കൺട്രിക്ക് അവൈലബിൾ റിസോഴ്സ് ഉണ്ട്, കുറച്ചുണ്ടെന്ന് വിചാരിച്ചോ. ആ അവൈലബിൾ റിസോഴ്സിൽ 80% പോയാൽ എക്സ്പെക്റ്റഡ് ലോസ് കൂടുതലാണ്. ലോസ് ഭയങ്കര കൂടി, അവൈലബിൾ റിസോഴ്സസ് കുറച്ചേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ DDI, ഡിസാസ്റ്റർ ഡെഫിസിറ്റ് ഇൻഡെക്സ് കൂടുതലാണ്. ഡിസാസ്റ്റർ ഡെഫിസിറ്റ് ഇൻഡെക്സ് കൂടിയെന്ന് പറഞ്ഞാൽ അത്രക്കും ഡാമേജ് ആ ഒരു കൺട്രിക്ക് നടന്നു. കാരണം അവരിലുള്ള അവൈലബിൾ റിസോഴ്സിൻ്റെ അടുത്തായിരുന്നു, അല്ലെങ്കിൽ അടുത്ത് വരെ എത്തി അതിൻ്റെ ഡാമേജ്. അത്രയും റിസോഴ്സ് ഡാമേജ് ആയിപ്പോയി. ഹയർ ഡിസാസ്റ്റർ ഡെഫിസിറ്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ലോ എബിലിറ്റി ടു റിക്കവർ. അത്രയും റിസോഴ്സസ് ഡാമേജ് ആയി പോയാൽ, ഡിസാസ്റ്ററിൽ ഡാമേജ് ആയി പോയാൽ പിന്നെ റിക്കവർ ചെയ്യാൻ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് അല്ലേ. ഡാറ്റ റിക്വയർമെൻറ്റ്സ് ആൻഡ് സോഴ്സസ് ഫോർ ഹസാർഡ് മാപ്പിംഗ്. ഹസാർഡ് നമുക്ക് വെറുതെ അങ്ങ് ഒരു മാപ്പ് വെച്ച് വരക്കാൻ പറ്റുമോ? ഇല്ല, അതിന് ഡാറ്റ വേണം. എന്തൊക്കെ ടൈപ്പ് ഡാറ്റ വേണം? ഡാറ്റാസ് ലൈക്ക് ലൊക്കേഷൻ, ഇൻറ്റൻസിറ്റി, ഫ്രീക്വൻസി, എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട്, എത്ര സിവിയർ ആയിട്ടാണ് വരുന്നത് ഓരോ സ്ഥലത്തും ഓരോ പ്രാവശ്യം, ലൊക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നത്, ഡ്യൂറേഷൻ എത്ര സമയം വന്നത്, പാസ്റ്റ് ഈവൻറ്റ്സ്, സോഴ്സസ്, ബേസ് മാപ്പ്, സാറ്റലൈറ്റ് ഇമേജ്, ഫീൽഡ് സർവേ, ഇതെല്ലാം നമ്മൾ സോഴ്സായിട്ട് എടുത്തിട്ടാണ് അവസാനം ഒരു ഹസാർഡ് മാപ്പ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇമാരെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് ഹസാർഡ് മാപ്പ് തയ്യാറാക്കുന്നതിന് മുന്നേ. വെറുതെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സോഴ്സ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഹസാർഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസ് ടു ബിൽഡ് ആക്യുറേറ്റ് ഹസാർഡ് മാപ്പ്. ക്വാളിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പേഴ്സ് ഇവിടെ ഉപയോഗിക്കില്ല, ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവാണ്. അപ്പോൾ ഇവിടെ വേർഡ്സ് കൊണ്ടായിരിക്കും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പം ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാളുടെ അടുത്താണെങ്കിൽ നമ്മൾ ഇത്ര പെർസെൻറ്റേജ് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കണമെന്നില്ല. അപ്പം ഈ ഹൈ ലിറ്ററസി ഇല്ലാത്ത ആൾക്കാർ, ലോ ലിറ്ററേറ്റ് ആൾക്കാരാണ്. പക്ഷേ നമ്മൾ പറയാണ് ഇതിൻ്റെ ആഴം, ഇതിൻ്റെ ഡെപ്ത് കുറച്ച് കൂടുതലാണ്, ഈ ഹസാർഡ്, ഈ വരാൻ പോകുന്ന കാറ്റ് കുറച്ചും കൂടി സിവിയർ ആണെന്ന് പറയും. അങ്ങനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്കെയിൽസിൽ നമ്മൾ പറയണം. ഇതിന് വലിയ ലോ റിസ്ക് ആണല്ലോ എന്ന് പറഞ്ഞു, ഇത് കൂടിയ റിസ്ക് ആണ്, ഇത് നമ്മൾ വീട്ടിൽ ഇരുന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഹൈ റിസ്ക്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് സ്കെയിൽസിലാണ് നമ്മൾ ഇതിൻ്റെ റിസ്കിനെ പറയുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റ് ആണെങ്കിൽ അതിന് 70% മോർ റെയിൻഫോൾ, 70% മോർ റെയിൻഫോൾ, വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാൽ പണ്ടത്തിനാട്ടിയും കൂടിയ വെള്ളപ്പൊക്കമാണ് വരാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ ഹൈ എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ടേം ഉപയോഗിക്കുന്നത്, അതിനാണ് ക്വാളിറ്റേറ്റീവ് റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. Based on expert judgment and indicators. No numerical calculation. Okay, important. No numerical calculation. ഹസാർഡിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്? നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഫ്ലഡ്, എർത്ത്, സൈക്ലോൺ. ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മാൻ മെയ്ഡ് ഹസാർഡ്, പൊല്യൂഷന്, വാർ. ടെക്നോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത് കെമിക്കൽ ലീക്സ്, ന്യൂക്ലിയർ ആക്സിഡൻറ്റ്. അങ്ങനെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഇറ്റ് കോസസ് ഡിസാസ്റ്റർ അല്ലേ. അപ്പം ടെക്നോളജിക്കൽ ഹസാർഡ്സിൽ വരുന്നതാണ് ന്യൂക്ലിയർ ആക്സിഡൻറ്റും കെമിക്കൽ ലീക്സ് എല്ലാം. കണ്ടംപററി റിസ്ക് അസസ്മെൻറ്റ് അപ്രോച്ചസ് എന്ന് പറഞ്ഞാൽ മോഡേൺ റിസ്ക് അസസ്മെൻറ്റാണ്. മോഡേൺ റിസ്ക് അസസ്മെൻറ്റിൻ്റെ അപ്രോച്ചസ് നമുക്കറിയാവുന്ന ആദ്യം ഒരെണ്ണം എന്ന് പറഞ്ഞാൽ GIS ആണ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ബേസിക് സ്പേഷ്യൽ അനാലിസിസ്, അതിന് ആ 4 പോയിൻ്റ് ഏരിയ, അത് വരണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ ബേസ്ഡ്, നമ്മൾ വായിച്ചതാണ് അല്ലേ. ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യുന്നു. പിന്നെ പ്രോബബിലിസ്റ്റിക്, അത് നമ്മൾ വായിച്ചതാണ്. ഓർ സിനാരിയോ ബേസ്ഡ് മോഡലിംഗ്. ഇങ്ങനെയൊക്കെ നമുക്ക് റിസ്കിനെ അസസ് ചെയ്യാം. ആ റിസ്കിനെ അസസ്മെൻറ്റ് നമ്മൾ വലിയൊരു ലോങ് ആൻസറാണ്, അത് നോക്കണം കേട്ടോ, അത് കുറേ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ്. പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റ് മാപ്പിംഗ് പോലെയല്ല, ഇറ്റ് ഇൻവോൾവ് ദ കമ്മ്യൂണിറ്റി ഇൻ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഈ ഹസാർഡിനെ എല്ലാം കൂടുതൽ നേരിട്ട് കണ്ടവർ, പണ്ട് പാസ്റ്റ് സീനിയേഴ്സിലുള്ളവർ ഒക്കെ, അവർ പറഞ്ഞ് അനുസരിച്ച് മാപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇൻവോൾവ് കമ്മ്യൂണിറ്റി ഇൻ ദ ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ, ഗ്യാദർ ലോക്കൽ നോളജ്. അപ്പോൾ ലോക്കൽ നോളജ് എല്ലാം കൂടി ഒന്ന് ശേഖരിച്ചതിന് ശേഷം, പാസ്റ്റ് എക്സ്പീരിയൻസും ശേഖരിച്ചതിന് ശേഷം ഒരു മാപ്പ് തയ്യാറാക്കുന്നു. ഓക്കെ, അതാണ് പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് ഡിസാസ്റ്റർ പ്ലാനിങ് ആൻഡ് അവെയർനെസ്. കമ്പോണൻസ് ഓഫ് റിസ്ക് അസസ്മെൻറ്റ് എന്താണ്? ഹസാർഡ് അനാലിസിസ് ലൈക്ക് ടൈപ്പ്, മാഗ്നിറ്റ്യൂഡ്, ഫ്രീക്വൻസി, സിവിയറിറ്റി. മനസ്സിലായോ? മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സിവിയറിറ്റി ഏതാണ്ട് ഒരേ അർത്ഥം വരുന്നതാണ്. പിന്നെ വൾണറബിലിറ്റി ആൻഡ് എക്സ്പോഷർ അസസ്മെൻറ്റ്. അപ്പോൾ റിസ്ക് അസസ്മെൻറ്റിന് എൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഹസാർഡ് അനാലിസിസ്, ഐഡൻറ്റിഫൈയിങ് ദ ടൈപ്പ് ഓഫ് ഹസാർഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹസാർഡ്, ഫ്രീക്വൻസി ഓഫ് ഹസാർഡ്, വൾണറബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ വൾണറബിലിറ്റി അസസ്മെൻറ്റ്, എക്സ്പോഷർ അസസ്മെൻറ്റ്, ആൻഡ് these component of risk assessment is the basis of risk estimation. അപ്പം ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 2-ലുള്ളത്. ഇനി മൊഡ്യൂൾ 3